നമസ്കാരം, ന്യൂസ് ചെക്കിലേക്ക് സ്വാഗതം. ഇന്ന് വൈകുന്നേരം വരെയുള്ള പ്രധാനപ്പെട്ട 10 വാർത്തകൾ ഒന്ന് നോക്കാം. ഫ്ലാഷ് വെളിച്ചത്തിൽ ശസ്ത്രക്രിയ നടത്തി. യുവാവിന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തും. ബംഗളൂരുവിൽ മരുന്ന് വിതരണ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു ഷാനവാസ്. ഇതിനിടെ ഒരു ശസ്ത്രക്രിയയ്ക്കായി ഷാനവാസിനെ ബംഗളൂരുവിലെ വിക്ടോറിയ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശസ്ത്രക്രിയയ്ക്കിടയിൽ പിഴവ് സംഭവിച്ചുവെന്നും ഇതിനെ തുടർന്നാണ് ഷാനവാസ് മരിച്ചതെന്നും കുടുംബം ആരോപിച്ചു. കർണാടകയിലെ വി പുരം പോലീസ് സ്റ്റേഷനിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഭാര്യ പരാതി നൽകിയത്. വാർഡിൽ നിന്നും മൊബൈൽ ടോർച്ചിന്റെ വെളിച്ചത്തിലാണ് ഡോക്ടർ ശസ്ത്രക്രിയ നടത്തിയതെന്നും യാതൊരു സൗകര്യവും ചെയ്യാതെ നിരുത്തരവാദപരമായാണ് പെരുമാറിയതെന്നും ഭാര്യ ആരോപിച്ചു. ഇതിന്റെ തെളിവുകളെല്ലാം തന്നെ മൊബൈൽ ഫോണിൽ ഉണ്ടെന്നും ഷാനവാസിന്റെ ഭാര്യ പറഞ്ഞു. മൊബൈൽ ടോർച്ചെങ്കിലും ഉണ്ടായത് ഭാഗ്യം. സാധാരണ ഡോക്ടർ റമ്മി കളിച്ച് അതിന്റെയും ചാർജ് തീർക്കാനാണ് പതിവെന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരം. അപ്പോ ഇനി പെട്ടെന്ന് പെട്ടുപോകാതെ ജയിക്കാനായി കളിക്കൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിലേക്ക് 6 ദിവസത്തെ സന്ദർശനം ആരംഭിച്ചു. അവിടെ അദ്ദേഹം 3 രാജ്യങ്ങളിലെയും നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുകയും സഹകരണത്തിന്റെ പ്രധാന മേഖലകൾ അവലോകനം ചെയ്യുകയും ബിസിനസ് നേതാക്കളുമായി സംവദിക്കുകയും ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും. പപ്പു പട്ടായ, ബാങ്കോക്ക്, പിന്നെ പ്രാഗ് തുടങ്ങിയിടങ്ങളിലെ മസാജ് സെന്ററുകളും സന്ദർശിക്കും. ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ. പ്ലാനിംഗ് ബോർഡ് ചീഫ് നിയമന ക്രമക്കേട്. അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കം വിവാദമായതോടെ മുഖം രക്ഷിക്കാനുള്ള നീക്കവുമായി PSC. അന്വേഷണം ആഭ്യന്തര വിജിലൻസ് SP-ക്ക് കൈമാറാൻ ഇന്ന് ചേർന്ന കമ്മീഷൻ യോഗത്തിൽ തീരുമാനമായി. നിയമന ക്രമക്കേട് ആഭ്യന്തര വിജിലൻസ് സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ കഴിഞ്ഞ യോഗത്തിൽ തീരുമാനിച്ചുവെങ്കിലും അത് PSC ചെയർമാൻ അട്ടിമറിച്ച് അന്വേഷണം പരീക്ഷാ കൺട്രോളറെ ഏൽപ്പിച്ചത് വിവാദമായിരുന്നു. അടുത്ത പരീക്ഷാ ക്രമക്കേട് നടത്താനുള്ള ആളെ അടുത്ത യോഗത്തിൽ തീരുമാനിക്കും. എല്ലാം നല്ല മറുപടിയായിരിക്കുമല്ലോ, പക്ഷെ ഒന്നും നടക്കില്ലല്ലോ. അമേരിക്ക ഇസ്രായേലിന്റെ ശക്തമായ ഏക സഖ്യകക്ഷിയാണെന്ന US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ അവകാശവാദത്തെ തള്ളി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേലിനെ ശക്തമായി പിന്തുണയ്ക്കുന്നവരിൽ ഇന്ത്യയുമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇറാൻ നയത്തെ പ്രതിരോധിച്ചുകൊണ്ട് ജൂണിൽ വാൻസ് നടത്തിയ പരാമർശങ്ങൾക്കാണ് നെതന്യാഹു മറുപടി നൽകിയത്. ഭാരതം മോദി ബീബി അന്തസ്. പേരുടെ ജീവൻ നഷ്ടപ്പെട്ട പഹൽഗാം ഭീകരാക്രമണ കേസിൽ ലഷ്കർ-ഇ-തൊയ്ബ മേധാവി ഹാഫിസ് സയീദിനെ മുഖ്യ സൂത്രധാരകനായി പ്രതി ചേർത്ത് ദേശീയ അന്വേഷണ ഏജൻസി. ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഹാഫിസ് സയീദ് ആണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള കുറ്റപത്രം ജമ്മുവിലെ പ്രത്യേക NIA കോടതിയിൽ സമർപ്പിച്ചു. ഹാഫിസ് സയീദ് പാകിസ്ഥാനിലിരുന്ന് ഈ ആക്രമണം ആസൂത്രണം ചെയ്യുകയും അതിന്റെ നടത്തിപ്പ് നേരിട്ട് നിരീക്ഷിക്കുകയും ചെയ്തുവെന്ന് NIA കണ്ടെത്തിയിട്ടുണ്ട്. ലഷ്കർ-ഇ-തൊയ്ബയുടെയും അതിന്റെ നിഴൽ സംഘടനയായ ദ റെസിസ്റ്റന്റ് ഫ്രണ്ടിന്റെയും നേതാവായിട്ടാണ് ഇദ്ദേഹത്തെ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. നാളെ കേരളത്തിൽ DYFI വക ഹർത്താൽ. ഷെയ്ഖ് ഹാഫിസ് സഖാഫി. കേരള യൂണിവേഴ്സിറ്റി പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ പിഴവ്. BSc 2ാം സെമസ്റ്റർ പരീക്ഷയുടെ ചോദ്യപേപ്പറിലാണ് ഉത്തരവും രേഖപ്പെടുത്തിയിരിക്കുന്നത്. സംഭവത്തിൽ ബോർഡ് ഓഫ് എക്സാമിനേഷനോട് പരീക്ഷാ കൺട്രോളർ വിശദീകരണം തേടി. ഇന്ന് നടന്ന BSc 2ാം സെമസ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് പരീക്ഷയുടെ ചോദ്യപേപ്പറിലാണ് പിഴവ് കണ്ടെത്തിയത്. അടുത്ത പരീക്ഷ മുതൽ ഉത്തരങ്ങൾ വേറെ പേപ്പറിൽ നൽകാമെന്നാണ് വിശദീകരണം. മുറിഞ്ഞ സംസാരമാണ്, അതോടെ ഞങ്ങൾ വാർത്തയാക്കി നോക്കാം. അല്ലാതെ അത് കുട്ടനാട് MLA എല്ലാം ഏറ്റവും ചുരുങ്ങിയത് എനിക്കെങ്കിലും അറിയാം. പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ ഔദ്യോഗിക സംസ്കാര ചടങ്ങുകളിൽ പങ്കുചേർന്നതിന് ഇന്ത്യയോട് നന്ദി അറിയിച്ച് ഇറാൻ. ഈ പങ്കാളിത്തം പരസ്പര ബഹുമാനത്തിന്റെ ശക്തമായ പ്രകടനമാണെന്ന് വിശേഷിപ്പിച്ച ഇറാനിയൻ എംബസി ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നതായും അഭിപ്രായപ്പെട്ടു. എക്സിൽ പങ്കുവച്ച ദീർഘമായ കുറിപ്പിലൂടെയാണ് ഇറാൻ ഐക്യദാർഢ്യത്തിന് നന്ദി അറിയിച്ചത്. അതേസമയം ഇസ്രായേൽ അമേരിക്കയോട് പോലും പോയി പണി നോക്കാൻ പറയുന്നത് ഭാരതത്തെ ചൂണ്ടിക്കാണിച്ച്. ഇതാണ് മോദി മാജിക്. ഓണത്തോടനുബന്ധിച്ച് കേരളത്തിലേക്കുള്ള യാത്ര സുഗമമാക്കാൻ 100-ലധികം പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾക്ക് സുരക്ഷിതമായും സൗകര്യപ്രദമായും നാട്ടിലെത്താൻ വിപുലമായ ക്രമീകരണങ്ങളാണ് കേന്ദ്ര റെയിൽവേ ഒരുക്കുന്നതും മന്ത്രി വ്യക്തമാക്കി. ഓണം ബഹിഷ്കരിക്കുന്നതിനെക്കുറിച്ച് പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് അപ്പം സഖാവ്. ഇക്കാര്യം PBയുടെ പരിഗണനയ്ക്ക് വന്നപ്പോൾ PB സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ അഭിപ്രായത്തോട് യോജിച്ചു. പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഒരു പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചതാണ്. ഈ വരുന്ന 18-ന് പതിവ് സമയം കഴിഞ്ഞും കൊച്ചി മെട്രോ പാളത്തിലിറങ്ങും. യാത്രക്കാരെ കൊണ്ടുപോകാനാണെന്ന് കരുതിയെങ്കിൽ തെറ്റി. ഓടുന്ന മെട്രോ ട്രെയിനിൽ നടക്കുന്ന ലോകത്തിലെ ആദ്യ ഹാക്കത്തോണിന് വേദിയാവാനാണ് പാതിരാത്രിയിലെ ഈ അസാധാരണ യാത്ര. ChatGPT നിർമ്മാതാക്കളായ OpenAIയുടെ കോഡെക്സ് പ്ലാറ്റ്ഫോം കൂട്ടായ്മയാണ്
കോഡെക്സ് നൈറ്റ് ലൈൻ എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത 100 പേർ ഇതിൽ പങ്കാളികളാകും. രാത്രി 11-ന് വൈറ്റിലയിൽ നിന്ന് ആലുവയിലേക്ക് പുറപ്പെടുന്ന ട്രെയിൻ തിരിച്ച് തൃപ്പൂണിത്തറ ചുറ്റി വൈറ്റിലയിൽ മടങ്ങിയെത്തുന്നതുവരെയാണ് കൗണ്ട് ഡൗൺ. ഈ 2 മണിക്കൂറിനകത്ത് മെട്രോ ട്രെയിനുള്ളിൽ ഇരുന്ന് AI ടൂളുകൾ നിർമ്മിക്കാനാണ് ദൗത്യം. പങ്കെടുക്കാൻ വരുന്നവന്മാർ ആദ്യം മെട്രോ ഹാക്ക് ചെയ്യുമോ എന്നാണ് ഇപ്പോഴത്തെ പേടി. റോയ് ചാൻ അറിയോ ഇയാൾ ആരാണെന്ന്? ഇല്ല. അറിയില്ല, അറിയിക്കില്ല. ഇയാള് ഇന്ത്യൻ മിലിറ്ററിയുടെ സൈബർ ഇന്റലിജൻസ് വിങ്ങിന്റെ കമാൻഡിംഗ് ഓഫീസർ മേജർ ശ്രീകുമാർ. മഹാരാജാസ് കോളേജിലെ SFI നേതാവായിരുന്ന അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു. കേസിലെ ആദ്യ 16 പ്രതികളെയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചത്. കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് പ്രതികൾ കുറ്റം നിഷേധിച്ചു. കേസ് വീണ്ടും ഈ മാസം 24-ന് പരിഗണിക്കും. അറബിയിൽ തർജ്ജിമയില്ലാത്തതുകൊണ്ട് കുറ്റപത്രം അവന്മാർക്ക് മനസ്സിലായി കാണില്ല. ഹലോ, ടെസ്റ്റിംഗ്. ഇതൊക്കെയാണല്ലോ. ഇത് ഏത് ഭാഷ? വ്യക്തമായില്ല. ഇതോടെ ന്യൂസ് ചെക്ക് അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.